സ്വത്തിനു വേണ്ടി സ്വന്തം ഭർത്തൃപിതാവിനെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തിയ സംഭവമാണ് ചെങ്ങന്നൂരിലെ ഭാസ്കരക്കാരനവർ കൊലക്കേസ്. കേസിലെ പ്രതി ഷെറിന് ശിക്ഷാഇളവ് നൽകി ഗവർണറുടെ ഉത്തരവ്. ഷെറിൻ ഉൾപ്പെടെ ജീവപര്യന്തം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ 11 പേരെ വിട്ടയക്കാനുള്ള സർക്കാർ ശുപാർശയാണ് ഗവർണർ അംഗീകരിച്ചത്. മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഷെറിനെ മോചിപ്പിക്കാൻ അനുമതി നൽകിയതെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. ചെങ്ങന്നൂർ കാരണവേഴ്സ് വില്ലയിലെ ഭാസ്കരകാരണവർ 2009 നവംബർ 8 കൊല്ലപ്പെട്ടത്. കാരണവരുടെ മകന്റെ ഭാര്യ ഷെറിനായിരുന്നു കേസിലെ പ്രധാന പ്രതി. ഷെറിന്റെ പുരുഷ സുഹൃത്ത് ബാസിത്ത് അലി, നിതിൻ, ഷാനു റഷീദ് എന്നിവർ കൂട്ടുപ്രതികളും. മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി 4 പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരെ വിട്ടയക്കുന്ന കൂട്ടത്തിലായിരുന്നു സർക്കാർ ഷെറിനെയും ഉൾപ്പെടുത്തിയത്. ജനുവരി 28 ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം മാസങ്ങൾക്ക് ശേഷം രാജ്ഭവന് കൈമാറി. മോചന പട്ടികയിലുള്ളവരുടെ കുറ്റകൃത്യ പശ്ചാത്തലം, പരോൾ കണക്ക് എന്നിവ വ്യക്തമാക്കുന്ന പെർഫോമ നൽകാൻ രാജ്ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതുകൂടി പരിശോധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ഫയലിൽ ഒപ്പിട്ടത്. ഒരു മന്ത്രിയുടെ ഉൾപ്പെടെ താൽപര്യം ഷെറിന്റെ മോചന നീക്കത്തിന് പിന്നിലുണ്ടെന്ന വിമർശനം ശക്തമായിരുന്നു. ജയിലിൽ നല്ല നടപ്പുള്ളവരെയാണ് സാധാരണ ഇളവുകൾക്ക് പരിഗണിക്കുന്നത്. ജയിലിലും നല്ല പേരായിരുന്നില്ല ഷെറിൻ കാരണവർക്ക്. ആഡംബര ജീവിതവും ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തലും സഹതടവുകാർക്കെതിരെ കയ്യേറ്റവും ഉൾപ്പെടെ പരാതികളും കേസുകളും നിരവധി ഷെറിനെതിരെ ഉണ്ടായി. പലവിധ പരോളുകളിലായി 450 ദിവസം ഷെറിൻ ജയിലിന് പുറത്തുമായിരുന്നു. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ഷെറിൻ പല ജയിലുകൾ മാറി ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.